ഹായ് ഡിയേഴ്സ്, ഇന്ന് എൻ്റെ മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൈ ചെയിനാണ് ആയിരുന്നു. അത് പൊട്ടിപ്പോയി. യേശുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ഫോട്ടോസുള്ള ഒരു കൈ ചെയിനായിരുന്നു. അതിന് ഭയങ്കര വിഷമമായി. അങ്ങനെ എൻ്റെ മോള് സ്കൂളിൽ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചുകൊണ്ട് വന്നു. അത് സെറ്റാക്കി കൊണ്ടുത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അതെൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നു. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു മുത്തുകളുണ്ടായിരുന്നു. അതില്ലാത്ത കാരണം ഞാൻ കുറച്ച് ബ്ലാക്ക് മുത്തും കൂടി ആഡ് ചെയ്ത് ഇത് സെറ്റാക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളുടെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വളരെ ഈസി ആയിട്ട് ഇതിൽ രണ്ട് സൈഡിലും ഹോൾസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഞാൻ ഫസ്റ്റ് സൈഡിൽ ഹോളിലൂടി ഓരോ മുത്തും ഓരോ ആ ഫോട്ടോസും വെച്ച് കോർത്ത് കൊടുക്കുവാണ്. കോർത്തതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുവാണ്. ഓരോന്നായിട്ട് കോർത്ത് ക്ലിയർ ചെയ്യുവാണ്. പിന്നെ കുഞ്ഞുമക്കളുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണല്ലോ. അവൾക്കിത് പൊട്ടിപ്പോയപ്പോൾ ഭയങ്കര വിഷമമായിന്ന് മോളിങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഇത് ഫുൾ ഫിനിഷായിട്ടില്ല. അതൊന്ന് കെട്ടിക്കൊടുക്കുവാണ്. കെട്ടിക്കൊടുത്ത് പിന്നെ നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടിയ പിന്നെ അടുത്ത സൈഡിലേക്ക് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. അതേ കണ്ടല്ലോ, ഒരു സൈഡ് ഫിനിഷായി, മറ്റേ സൈഡ് ക്ലിയർ അല്ലാത്ത കാരണം ഒരു വല്ലാണ്ട് രീതിയിൽ കിടക്കുവാണ്. അതുകൂടി മുത്ത് ഓരോന്നായിട്ട് ഓരോ ഫോട്ടോയുടെ ഇടയിൽ മുത്ത് കോർക്കുന്ന രീതിയിൽ കയറ്റുന്ന രീതിയിൽ കോർത്ത് എടുത്ത് വരുവാണ്. അതിന് ശേഷം കെട്ടി ഏകദേശം അതുപോലെ ഓരോ ഫോട്ടോയുടെ ഇടയ്ക്കും ഓരോ മുത്ത് എന്നുള്ള കണക്കിന് നമ്മൾ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. കോർത്ത് എല്ലാ ഫോട്ടോയുടെ ഇടയ്ക്കും ഓരോ മുത്ത് ഉണ്ട് എന്നും കൂടി ഉറപ്പിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ഇറഗുലാരിറ്റി ഫീൽ ചെയ്യും. അതായത് ഇങ്ങനെ ഇറങ്ങിയൊക്കെ ഇരിക്കും. എല്ലാ ഇതും അങ്ങനെ മുത്ത് കോർത്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ ചെയിൻ ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഒപ്പം കെട്ടിക്കഴിഞ്ഞ് പിന്നെ ആ രണ്ട് ഇതും കൂടി ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. നമ്മുടെ കയ്യിൽ ഇടുമ്പോഴത്തേക്ക് അഴിഞ്ഞു പോകത്തില്ല. ഇത് മറ്റേ ഇലാസ്റ്റിക് വയറാണ്. അതുകൊണ്ട് കെട്ടി നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ആവശ്യത്തിന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ലൈറ്ററോ മെഴുകുതിരിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക. നമ്മുടെ കൈ ചെയിൻ ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.